2025-26 അക്കാഡമിക് ഇയറിൽ 8ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിക്കണം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാം. NMMS എക്സാം എന്നും അതിനെ ചുരുക്കി പറയും. ഈ പരീക്ഷ നടക്കുക എല്ലാ വർഷവും ഡിസംബർ ആദ്യ ആഴ്ചയിലാണ്. 2 പരീക്ഷകളാണ് ഇതിനുള്ളത്. മാറ്റ്, അതായത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്നും സാറ്റ്, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇങ്ങനെ 2 പരീക്ഷകളാണ് എഴുതേണ്ടത്. 2 പരീക്ഷകൾക്ക് 90 മാർക്ക് വീതമാണുള്ളത്. പരീക്ഷാ സമയം 1.5 മണിക്കൂറാണ്. എല്ലാ ജില്ലകളിലും, നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജില്ല തിരിച്ചാണ് ഈ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇപ്പം മലപ്പുറം, കോഴിക്കോട് പോലെയുള്ള വലിയ ജില്ലകളിൽ സ്കോളർഷിപ്പുകളുടെ എണ്ണം കൂടുതലാണ്. എന്നാൽ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലൊക്കെ താരതമ്യേന സ്കോളർഷിപ്പുകളുടെ എണ്ണം കുറവായിരിക്കും. അതായത് ആ ജില്ലയിൽ ആകെ കുട്ടികളുടെ എണ്ണവും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, 8ാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം, ഇവയെല്ലാം നോക്കിയിട്ടാണ് എത്ര കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലേക്ക് റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മാറ്റ് പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാറുണ്ട്. എന്നാൽ സാറ്റ് പരീക്ഷയിൽ കുട്ടികളുടെ മാർക്ക് കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. പലരുടെയും സ്കോളർഷിപ്പുകളൊക്കെ നഷ്ടപ്പെടുന്നത് ഈ സാറ്റിൻ്റെ മാർക്ക് കുറയുന്നത് കൊണ്ടാണ്. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിടുക്കരായ കുട്ടികൾ, 8ാം ക്ലാസ്സിലേക്ക് വരുന്ന മിടുക്കരായ കുട്ടികൾ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ജൂൺ മാസം മുതൽ തന്നെ ഈ NMMS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ സാറ്റിൽ 7ലെയും 8ലെയും കണക്ക്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇവ നന്നായിട്ട് പഠിക്കുക. അടുത്ത മെയ് മാസത്തെ പരീക്ഷയ്ക്കായിട്ട് എല്ലാവരും ഒരുങ്ങുക. ഒരു മാസം 1000 രൂപയാണ് സ്കോളർഷിപ്പ് തുക എന്ന് പറയുന്നത്. അങ്ങനെ 4 വർഷം സ്കോളർഷിപ്പ് കിട്ടും. അതായത് ഏതാണ്ട് 48,000 രൂപ സ്കോളർഷിപ്പ് കുട്ടികൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ വലിയ ഒരു പരീക്ഷയാണിത്. ഇപ്പോൾ എല്ലാ കുട്ടികളും ഈ പരീക്ഷയെക്കുറിച്ച് അറിയുക, ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഓക്കെ.